കെ.എസ്.ആർ.ടി.സി സംബന്ധിച്ചുള്ള വാർത്തയിൽ കെ.എസ്.ആർ.ടി.സിയുടെ കൺട്രോൾ റൂം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. കെ.എസ്.ആർ.ടി.സിയുടെ കൺട്രോൾ റൂം എന്ന് പറയുന്ന ഈ കെ.എസ്.ആർ.ടി.സിയുടെ 24 മണിക്കൂർ പൊതുജന സേവനത്തിനായിട്ടുള്ള കസ്റ്റമർ കെയർ സെന്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കൺട്രോൾ റൂം എന്ന് പറയുന്നത്. അത് കെ.എസ്.ആർ.ടി.സിയുടെ പൊതുജനങ്ങളുമായി ഉള്ള ഒരു ഇടപെടലുള്ള ഒരു പബ്ലിക് റിലേഷൻ ഓഫീസാണ്, ഒരു PR. കാരണം ഏത് കാര്യത്തിനും ഏത് സമയത്തും കെ.എസ്.ആർ.ടി.സി സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ വിളിക്കുവാനും തിരുവനന്തപുരത്ത് ചീഫ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഓരോ ഡിപ്പോയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെയുള്ള വിവരങ്ങൾ കൈമാറുവാൻ തക്ക കാര്യശേഷി ഉണ്ടായിരിക്കേണ്ട ഒരു ഓഫീസ് തന്നെയാണ് കൺട്രോൾ റൂം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കെ.എസ്.ആർ.ടി.സിയുടെ ഒരു ഫ്രണ്ട് ഓഫീസായി പ്രവർത്തിക്കുന്നതാണ് ഈ കൺട്രോൾ റൂം. അപ്പോൾ ഈ പബ്ലിക് റിലേഷൻ ഓഫീസായിട്ടും കൺട്രോൾ റൂമായിട്ടും എല്ലാം പ്രവർത്തിക്കുന്ന ഈ കൺട്രോൾ റൂമിൽ 9 ജീവനക്കാരെ മാറ്റി കൺട്രോൾ റൂം കരാർ കമ്പനിയെ ഏൽപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരികയാണ്. അപ്പോൾ ഈ കരാർ കമ്പനിയെ കൺട്രോൾ റൂം ഏൽപ്പിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കുകയാണ്. കെ.എസ്.ആർ.ടി.സിയിൽ ഏറ്റവും അധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും കെ.എസ്.ആർ.ടി.സിയെ ജീവനക്കാരെ, അതായത് 30-ാം തീയതി എനിക്ക് ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിൽ ജീവനക്കാർക്ക് ഞാൻ നൽകിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകിയ, അതായത് ഈ ഒരുപാട് തള്ളുകളും ബഹളങ്ങളും ഒന്നുമില്ലാതെ ശമ്പളം മുടങ്ങിയിരുന്ന ഒരു കെട്ട കാലഘട്ടത്തിൽ ധൈര്യപൂർവ്വം കെ.എസ്.ആർ.ടി.സിയിലെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി ജീവനക്കാർക്ക് ശമ്പളം നൽകുകയും ജീവനക്കാർക്ക് 2% DA ആരും ആവശ്യപ്പെടാതെ തന്നെ നൽകുകയും ഒക്കെ ചെയ്ത, കെ.എസ്.ആർ.ടിസിയുടെ പെൻഷൻ കൃത്യമായി നൽകുകയും ചെയ്ത കെ.എസ്.ആർ.ടി.സി കണ്ട ധീരനായ ഒരു MD ആയിരുന്നു ശ്രീ ടോമിൻ തച്ചങ്കരി സാർ. അപ്പോൾ ഈ കെ.എസ്.ആർ.ടി.സിയിൽ വന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നൊരു പരിഷ്കാരവും ഒരു മാറ്റവും, കെ.എസ്.ആർ.ടി.സിയുടെ റിസർവേഷൻ വിഭാഗം ഇപ്പോൾ റിസർവേഷൻ തന്നെ ഇല്ലാതാക്കിയുണ്ട്. റിസർവേഷൻ കെ.എസ്.ആർ.ടി.സിയുടെ റിസർവേഷൻ വിഭാഗത്തിലേക്ക് അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഈ റിസർവേഷന്റെ പ്രവർത്തനങ്ങളെ ഏൽപ്പിക്കുന്നു, കരാർ അടിസ്ഥാനത്തിൽ ഏൽപ്പിക്കുന്നു എന്നൊരു വാർത്ത വരികയും അത് കേട്ട് ഹാലിളകിയ കെ.എസ്.ആർ.ടി.സിയിലെ ട്രേഡ് യൂണിയനുകൾ, അതായത് ഇപ്പോൾ ഭരണകക്ഷിയായി നിൽക്കുന്ന CI2 അസോസിയേഷൻ, BMS, INTUC, AITUC, ഡ്രൈവേഴ്സ് യൂണിയൻ തുടങ്ങിയ സംഘടനകൾക്ക് ഹാലിളകിക്കൊണ്ട് തിരുവനന്തപുരത്ത് വിശ്വപ്രഖ്യാപിതമായ ഒരു തടയൽ മിന്നൽ സമരം നടത്തി. അതായത് കെ.എസ്.ആർ.ടി.സിയുടെ ഈ പറയുന്ന റിസർവേഷൻ വിഭാഗത്തിലേക്ക് ഒരു കാരണവശാലും ഈ കരാർ അടിസ്ഥാനത്തിൽ ഈ കുടുംബശ്രീ കാരെ ഏൽപ്പിക്കുന്ന പരിപാടി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പൊന്നും കാണാത്ത രീതിയിൽ ടോമിൻ തച്ചങ്കരി സാറിനെതിരായി കെ.എസ്.ആർ.ടി.സിയിലെ ഐതിഹാസികമായ ഒരു സമരം നടന്നു. ആ സമരത്തോടനുബന്ധിച്ച് ഹൈക്കോടതിയിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ യൂണിയൻ നേതാക്കളുടെ കയ്യിൽ നിന്ന് ഈടാക്കണം എന്ന് കെ.എസ്.ആർ.ടി.സിയോട് അറിയിച്ചിട്ട് കാലങ്ങളായിട്ടും ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ഇതുവരെ ഈടാക്കുകയോ അത് ചോദിക്കാൻ പോലുള്ള തന്റെ ഇടം കെ.എസ്.ആർ.ടി.സിക്കോ ഈ പറയുന്ന ആളുകൾക്കോ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ കെ.എസ്.ആർ.ടി.സിയിലെ ട്രേഡ് യൂണിയനുകളോട് ചോദിക്കുകയാണ്, എന്തേ ഈ 9 ജീവനക്കാരെ മാറ്റിക്കൊണ്ട് കെ.എസ്.ആർ.ടി.സിയുടെ കൺട്രോൾ റൂം ഒരു കരാർ കമ്പനിയെ ഏൽപ്പിക്കുവാൻ വേണ്ടി മന്ത്രി തീരുമാനിച്ചിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ നിങ്ങൾ പ്രതികരിക്കാത്തത്? ഏതായാലും കൺട്രോൾ റൂം കരാർ കമ്പനിയെ ഏൽപ്പിക്കണമോ ബാക്കി കരാർ കമ്പനിയെ ഏൽപ്പിക്കണമോ എന്നൊക്കെയുള്ള കാര്യം കെ.എസ്.ആർ.ടി.സിയുടെ ഭരണപരമായ കാര്യങ്ങളായി നിൽക്കെ പണ്ട് വെൽഫെയർ അസോസിയേഷൻ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല, ഇനി ഇടപെടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് കാരണം മുമ്പ് കൺട്രോൾ റൂം എന്ന് പറയുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കുകളെ സംബന്ധിച്ചിടത്തോളം അന്യമായി നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഏതായാലും റിസർവേഷനും അതുപോലെ തന്നെയായിരുന്നു. എന്നിട്ട് റിസർവേഷൻ അയൽക്കൂട്ടത്തെ ഏൽപ്പിക്കുന്നതിന്റെ പേരിൽ നടത്തപ്പെട്ട സമരത്തിൽ ഏറ്റവും കൂടുതൽ നടപടി നേരിടേണ്ടി വന്ന ഡ്രൈവർമാർക്കാണ്. അവിടെയാണ് പ്രത്യേകത. കാരണം ഡ്രൈവർമാർക്ക് രോഗിയായി വന്ന് അവശത അനുഭവിക്കുന്ന ഒരു ഡ്രൈവറെ പോലും അവിടെ ഈ റിസർവേഷനിൽ ഇന്നവരെ ഇവന്മാർ ഇരുത്തിയിട്ടില്ല. വളരെ അപൂർവമായിട്ട് അങ്ങോട്ട് ഭാഗത്തോട്ടേക്ക് അങ്ങോട്ട് ഇരുത്തില്ല, അതെന്തായാലും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോൾ റൂമിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ശങ്കയോ ആശങ്കയോ ഒന്നുമില്ല. ഏതായാലും എന്താണ് ഈ ഇവിടുത്തെ കെ.എസ്.ആർ.ടി.സിയിലെ ട്രേഡ് യൂണിയനുകൾ ഈ ജീവനക്കാരോട് പറയേണ്ട കാര്യമുണ്ട്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കരാർ കമ്പനിയെ ഈ കെ.എസ്.ആർ.ടി.സിയുടെ കൺട്രോൾ റൂം ഏൽപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? എന്തുകൊണ്ടായിരുന്നു കൃത്യമായി ശമ്പളം തന്നുകൊണ്ടിരുന്ന ജീവനക്കാരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ജീവനക്കാർക്കൊപ്പം നിന്നിരുന്ന ഒരു CMDയെ മാറ്റുവാൻ വേണ്ടി അത്തരമൊരു സമരനാടകം നിങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കരാർ കമ്പനിയെ ഏൽപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദമായിരിക്കുന്നത് എന്നുള്ള കെ.എസ്.ആർ.ടി.സിയിലെ സാധാരണ തൊഴിലാളികളുടെ ചോദ്യം വെൽഫെയർ അസോസിയേഷൻ നിങ്ങളോട് ചോദിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ
കരാർ കമ്പനിയെ ഏൽപ്പിക്കുവാനുള്ള കൊട്ടേഷൻ നേരത്തെ തന്നെ വിളിച്ച് അതിന്റെ ഡേറ്റും തീരുമാനിച്ച ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയ തള്ളുകൾക്കപ്പുറം ഒരു നാടകവും കൂടിയായിരുന്നു. KSRTC കൺട്രോൾ റൂമിലേക്ക് വിളിക്കുക, 9-ലധികം ജീവനക്കാരോട് സംസാരിക്കുക, അവർ 9 പേരും തെറ്റായ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 9 പേരെയും മാറ്റി കൺട്രോൾ റൂം പിരിച്ചുവിടുക എന്നുള്ള രസകരമായ വസ്തുത. ഏതായാലും കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം നാടകങ്ങൾ വളരെ രസകരമായി മുമ്പോട്ട് പോകുന്നു. KSRTC ജീവനക്കാരെ എന്ത് പറഞ്ഞാലും സമൂഹത്തിൽ കയ്യടി കിട്ടും എന്നുള്ളൊരു സ്ഥിതിവിശേഷം മാനേജ്മെന്റും മന്ത്രിയുമായി ചേർന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് അവർ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നന്ദി. Thank you.